എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അച്ചമ്മ നടന്ന എല്ലാ സംഭവത്തിനെ പറ്റിയും പറയാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ പറയുവാണ്, നന്ദിനി വർഷയുടെ മുന്നിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്തോ ഒരു പ്ലാൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നന്ദിനിയുടെ പുറകിലൂടെ പോയിരുന്നു. ഇവരെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ആ കാര്യങ്ങളെല്ലാം ഫോണിലേക്ക് പകർത്താൻ തുടങ്ങി. ആ സമയത്ത് നന്ദിനിയും വർഷയും ശ്രീകാന്തും ഇവർ ചെയ്യുന്ന പ്ലാനിങ്ങിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം വർഷയാണെങ്കിൽ നന്ദിനിയുടെ കയ്യിലേക്ക് 4 വളകളെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശ്രീജേട്ടത്തിയുടെ ബാഗിലേക്ക് വെക്കാൻ പറയുന്നുമുണ്ട്. അതിനുശേഷം നന്ദിനി ആ വളയെടുത്ത് ബാഗിൽ വെക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവര് അങ്ങോട്ടേക്ക് പോയതിനു ശേഷം രാത്രിയിൽ ഞാൻ പോയി ശ്രീജയുടെ ബാഗിൽ നിന്നും ആ വളകളെടുത്ത് ഈ ചെടിച്ചട്ടിയിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം അന്ന് തന്നെ പൊളിക്കാമായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ആ സമയത്ത് തന്നെ വിക്രയും വേദയും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശ്രീകാന്തേ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് അച്ചമ്മ. ശ്രീകാന്താണെങ്കിൽ ഒന്നും മിണ്ടുന്നതേ ഇല്ല കേട്ടോ. ആ സമയത്ത് തന്നെ ശങ്കരനാരായണൻ ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിന്. നാണം കെട്ട നാറി എന്ന് വിളിച്ചിട്ട്. നാണം കെട്ടവനെ, എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേടാ എന്ന് ശ്രീകാന്തിനോട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് സമാധാനമായല്ലോടാ, ഇനി എൻ്റെ കൺവെട്ടത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായണൻ. വർഷയോട് പത്മ വന്നിട്ട് ചോദിക്കുവാണ്, ഇനി എന്ത് കാണുവാനാണ് നീ വന്ന് നിൽക്കുന്നത്? ഈ വീട്ടിലെ എല്ലാവരെയും നിനക്ക് നാണം കെടുത്തിയപ്പോൾ സമാധാനമായില്ലേ? പത്മം എന്നിട്ട് ശ്രീകാന്തിനോട് പറയുവാണ്, നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് പോടാ എന്ന്. അങ്ങനെ 2 പേരും കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റൂമിലെത്തിയിട്ട് ശ്രീകാന്ത് ചോദിക്കുവാണ് വർഷയോട്, നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചിട്ട് ചെയ്താൽ മതിയെന്ന്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ അച്ഛൻ്റെ മുൻപിൽ എനിക്ക് പോകാൻ കഴിയാതെ അയക്കിയല്ലോ നീ. ആ സമയത്ത് വർഷ പറയുവാണ്, ആ തള്ള ഇതുപോലെ പണി ഒപ്പിക്കുമായിരുന്നു എന്ന് എനിക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അപ്പോൾ ദേഷ്യത്തിൽ കൈ ഓങ്ങുന്നുണ്ടേ, അടിക്കത്തില്ല. എന്നിട്ട് ഇവർ 2 പേരും ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീകാന്തിന് അച്ഛനെ ഫേസ് ചെയ്യാൻ ഇനി കഴിയത്തില്ലല്ലോ, ആ രീതിയിലും നിൽക്കുന്നുണ്ട് ശ്രീകാന്ത്. അതിനുശേഷം ശങ്കരനാരായണൻ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് ശങ്കരനാരായണൻ വന്ന് വിക്രമിനോട് പറയുവാണ്, സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊന്നുമല്ല, അത് പറഞ്ഞത് ആ സമയത്ത് പറഞ്ഞത് തന്നെയാണ്, എങ്കിലും എൻ്റെ മകന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായണൻ. എന്നിട്ട് പറയുവാണ്, സോറി വിക്രം. ആ സമയത്ത് അച്ചമ്മ പറയുവാണ്, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന്, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്നിട്ട് പറയുവാണ്, നമുക്ക് തറവാട്ടമ്പലത്തിൽ പോകണമെന്ന്. ആ സമയത്ത് മുത്തശ്ശി പറയുവാണ്, അത് പിണങ്ങിയിട്ടൊന്നും അവിടെ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ പറയുവാണ്, ആരും ഇവിടെ നിന്ന് പിണങ്ങിപ്പോണ്, ആരും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വേദ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുവാണ് നന്ദിനിയോട്, നന്ദിനി ഏട്ടത്തി എന്തിനാ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കാൻ കൂട്ടു നിന്നതെന്ന്. ആ സമയത്ത് നന്ദിനി പറയുവാണ്, സോറി വേദ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന്. ഇങ്ങനെ ഒരു ചതി ശ്രീജയുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കൂട്ടുനിന്ന് പോയതാണെന്ന് നന്ദിനി പറയുന്നുണ്ട് വേദയോട്. എന്നിട്ട് നന്ദിനി പറയുവാണ്, ഇനി ഇങ്ങനെ ഒരു അബദ്ധവും ഞാൻ ചെയ്യത്തില്ല എന്ന്. ആ സമയം ഒന്നും വേദ മിണ്ടുന്നില്ല. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാവരും ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും മുത്തശ്ശി നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, നിനക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തരത്തില്ല എന്ന്. ഇവിടെ നിന്നെങ്ങാനും പുറത്ത് പോയി ചെന്ന് നിൽക്ക്, അല്ലാതെ ഇവിടെ നിൽക്കണ്ട നീ. അങ്ങനെ അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ നിന്ന് കരയുന്നുണ്ട് നന്ദിനി. അതിനുശേഷം കാണിക്കുന്നത് തറവാട്ടമ്പലത്തിലേക്ക് മുത്തശ്ശിയും വിക്രമും എല്ലാവരുമായിട്ട് വരുന്നുണ്ട്. വേദയും ഉണ്ട്, നന്ദിനി ഏട്ടത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എല്ലായിടവും തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ. വേദയുടെ കയ്യിൽ ആ സീതയുടെയും രാമൻ്റെയും വിഗ്രഹവും ഉണ്ട്. എന്നിട്ട് പൂജാരി പറയുന്നുണ്ട്, 2 പേരും ചേർന്നിട്ട് ഈ വിഗ്രഹം ഭഗവാന്റെ നടയിലേക്ക് വെക്കാൻ പറയുന്നുണ്ട്. തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രസാദമെല്ലാം മേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അച്ചമ്മ പറയുവാണ്, നിക്ക്, നീ എന്താടി പ്രാർത്ഥിച്ചത്? നീയും എന്നെ വല്ല കുരുട്ട് ബുദ്ധി ആണോ? അങ്ങനെ നന്ദിനിയോട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിനിയടുത്ത് പറയുകയാണ്, അയ്യോ അച്ചമ്മേ, അങ്ങനെയൊന്നും അല്ല അച്ചമ്മയെന്ന്, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് നന്ദിനി അച്ചമ്മയോട് പറയുന്നു. ആ സമയത്ത് അച്ചമ്മ പറയുവാണ്, അല്ല നിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല. എന്തായാലും ആ സുധാകരനും ശ്രീജയും അവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ വേദ പറയുവാണ്, എന്നെയും ശ്രീജേട്ടത്തിയൊക്കെ തമ്മിൽ തെറ്റിക്കാനാണ് നോക്കിയത് നന്ദിനി ഏട്ടത്തി. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിന്
എതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഏട്ടത്തിയെന്ന് നന്ദിനിയോട് വിക്രമും പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ വിനായകേട്ടനും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി പറയുവാണ്, അയ്യോ ഇല്ല എന്ന്. അല്ല, മുമ്പ് ആ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അതാ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇനി ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുതെന്ന് അച്ഛമ്മയോട് വിക്രം പറയുന്നു. ഇനി ഇതുപോലുള്ള പൂജയ്ക്കും കർമ്മത്തിനൊന്നും എന്നെ വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്, ഞാൻ പോകുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നിനക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് വീട്ടിലേക്ക് കൊണ്ട് ചെന്നാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ വിക്രമിനോട്. ഒറ്റയ്ക്ക് ഓരോ തീരുമാനങ്ങളെടുത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളല്ലേ, ഒറ്റയ്ക്ക് പോകാൻ പാടില്ലേ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്ന് വിക്രം പറയുന്നുണ്ട് വേദയെ നോക്കി. എന്നിട്ട് പറയുവാണ്, ആ സാരമില്ല, വാ എന്ന് പറയുന്നുണ്ട് നന്ദ്. ആ എന്ന് പറഞ്ഞ് വിക്രം നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. ആ സമയത്ത് അച്ഛമ്മ ചോദിക്കുകയാണ്, മോളെ അവൻ നല്ല മാറ്റമുണ്ടല്ലേ. ആ സമയത്ത് വേദ പറയുവാണ്, ആ അതല്ലേ അച്ഛമ്മേ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നിന്ന് തരുന്നത്. ആ സമയം നന്ദിനിയാണെങ്കിൽ, തള്ളേ നിങ്ങളെല്ലാവരും എന്നെ മുൻപിൽ നാണം കെടുത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പിറുപിറുപ്പോടെ നിൽക്കുന്നുണ്ട് നന്ദിനി. പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ അവർ ചോദിക്കുകയാണ്, വിക്രം വന്നില്ലേന്ന്. അപ്പോൾ പറയുവാണ്, ദാ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം എണീറ്റ് വരുന്നുണ്ട് വണ്ടിയുടെ അടിയിൽ നിന്നും. എന്നിട്ട് ഓരോരോ കംപ്ലൈൻ്റൊക്കെ ജോസഫിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വണ്ടിയെ പറ്റിയുള്ള ഈ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സജീവ് പറയാണ്, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിയില്ലല്ലേ. എന്നിട്ട് സജീവ് പറയുന്നുണ്ട്, ഇനി വെട്ടാനും കുത്താനൊന്നും പോകണ്ട, ഈ പണിക്ക് തന്നെ പോകൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജോസഫ് പറയുകയാണ്, ഇടയ്ക്കൊക്കെ ഒരാൾക്ക് പോയി അടി കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന്. ഇപ്പം സജീവ് പറയുവാണ്, ഇനി ഇതൊന്നും വേണ്ട, കുടുംബത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ എന്ന്. ഞാനും ഇത് തന്നെയാണ് അവൻ വന്നപ്പോൾ പറഞ്ഞത്. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഇഷ്ടപ്പെടേണ്ടത്, അത് മനസ്സിൽ നിന്ന് തന്നെ തോന്നണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സജീവൻ പറയുന്നുണ്ട്, ഈ വീട്ടുകാർ തീരുമാനിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ സ്നേഹിക്കാതെയാണോ ജീവിക്കുന്നത് എന്ന് പറയുവാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് സ്വത്തൊന്നും വിട്ടു പോകാതിരിക്കാനും തലമുറകളൊക്കെ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചാണ് അതൊക്കെ വിവാഹം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സജീവൻ പറയും, കല്യാണം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോഴല്ലേ പരസ്പരം സ്നേഹിച്ചു തുടങ്ങുന്നത്. തന്നെയുമല്ല, കിണറുണ്ടാക്കിയിട്ട് വേണം അതിൽ നിന്ന് ഉറ വരാനും. അതിന് നിങ്ങൾ രണ്ടുപേരും ഒരു കരാറുണ്ടാക്കണം, എന്നാലേ അതിൽ നിന്നൊരു ഉറ പൊട്ടി വരൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രമിനോട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിവ് നിനക്കില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത്, അതെ ഇന്ന് അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അനാഥാലയത്തിൽ അച്ഛനെ കാണാൻ പോയിരിക്കുവാണ് അവൻ, നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടേ. കൊടുക്കണം, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് വിക്രം ചോദിക്കുന്നേ. അത് വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ടി കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോസഫ് പറയുവാണ്, അപ്പോൾ ബാറിൽ മതിയല്ലോ. അപ്പോൾ പറയുവാണ്, അത് വേണ്ട, രാത്രി 8 മണിക്ക് ഞാൻ സ്ഥലം വിളിച്ച് പറയാമെന്ന് സജീവൻ പറയുന്നുണ്ട് വിക്രമിനോട്. പിന്നെ കാണിക്കുന്നത് ശ്രീജ ഫോൺ ചെയ്യുന്നുണ്ട്, മോളെയാണ് ഫോൺ ചെയ്യുന്നത്. അങ്ങനെ ശ്രീജ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അത് വേറെ ആരുമല്ല, അവളുടെ മകളോട് തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് ഫോണിൽ സംസാരിച്ച് ഒരു കഥയെ പറ്റിയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേദയോട് ശ്രീജ പറയുന്നുണ്ട്, മോളാണ് വിളിച്ചത്, മോൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാൻ ഒരു കഥ വേണമെന്ന്. എന്നിട്ട് വേദ ചോദിക്കുകയാണ് ശ്രീജയോട്, എന്നിട്ട് കഥ കിട്ടിയോ ശ്രീജേട്ടത്തി? അപ്പോൾ ശ്രീജ പറയുകയാണ്, എനിക്ക് എവിടെ നിന്നാ കഥ കിട്ടാൻ, ഞാൻ തന്നെ ഒരു കഥയില്ലാത്തവളാണ്. എന്നിട്ട് ശ്രീജ വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ ഒരു കഥ പറഞ്ഞു തരൂ, ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന്. അങ്ങനെ വേദ ഒരു ചെറിയ കഥ പറഞ്ഞു കൊടുക്കുകയാണെ ശ്രീജേട്ടത്തിക്ക്. നീയാണല്ലോ ചെറിയമ്മ, വേദ ചെറിയമ്മ, അതുകൊണ്ട് നീ തന്നെ ഒരു കഥ പറഞ്ഞു തന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുവാണേ ശ്രീജയോട്, ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും ശിക്ഷ കൊടുക്കുന്ന ഒരു രാജാവ്. അപ്പോൾ ഒരാൾ രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് വിമർശിച്ചപ്പോൾ അയാൾക്ക് വധശിക്ഷ വിധിച്ചു. അങ്ങനെ വധശിക്ഷ വിധിക്കുന്ന മുമ്പേ അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തെ പോയി കാണാനുള്ള അനുവാദം തരണമെന്ന്. അപ്പോൾ രാജാവ് പറയാൻ, നീ പോയാൽ തിരിച്ചു വരില്ലെന്ന് എന്താ എനിക്ക് ഉറപ്പ്? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഇവൻ വന്നില്ലെങ്കിൽ ഞാൻ വധശിക്ഷയ്ക്ക് നിന്നുകൊള്ളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് പറയുവാണ്, വിഡ്ഢി, അവൻ വന്നില്ലെങ്കിൽ നിന്നെയാണ് ഞാൻ വധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വ്യക്തി പറയുവാണ്, അവൻ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് രാജാവിനോട്. അങ്ങനെ അയാൾ വീട്ടിൽ പോയി ഭാര്യയെയും മക്കളെയും കണ്ടിട്ട് അന്ത്യയാത്ര പറയുന്നുണ്ട്. അതിനുശേഷം തിരികെ പോരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അയാളുടെ
പറഞ്ഞ് പുഴയിലേക്ക് വീഴുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ കാല് ഒടിയുന്നുണ്ട്. അങ്ങനെ ആ കാലും വെച്ചിട്ട് അയാൾ ഒരുപാട് ദൂരം സഞ്ചരിക്കും. അങ്ങനെ വധശിക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് വേഗം തന്നെ എത്തണമെന്ന് വിചാരിച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. അങ്ങനെ അയാൾ വരാതാകുമ്പോൾ രാജാവ് കൂടെയുള്ള ആ കൂട്ടുകാരനെ വധിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. കൂട്ടുകാരൻ ആ വധശിക്ഷ നിർവഹിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നിന്നു കൊടുക്കുന്ന സമയത്ത് കൂട്ടുകാരൻ ഏന്തി വലിഞ്ഞ് ഒടിഞ്ഞ കാലുമായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടി രാജാവ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇയാൾ പോയിട്ട് അയ്യോ അവനെ കൊല്ലരുതേ എന്ന് പറയുന്നുണ്ട്. ഞാനിത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറയുന്നു, വേണ്ട, നീ നിന്റെ കുടുംബത്തെ സ്നേഹിച്ച് ഒന്നിച്ച് ജീവിച്ചോ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മരിക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ മരിച്ചോളാം എന്ന് പറയുവാണേ ആ കൂട്ടുകാരൻ. അപ്പോൾ ഇയാൾ പറയുവാണ്, അയ്യോ വേണ്ട, നീ ഒരിക്കലും അങ്ങനെ നിന്ന് കൊടുക്കരുത്, നീ മാറ്, ഞാൻ ഈ വധശിക്ഷയ്ക്ക് നീ മാറ്, എന്നെ കൊന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജാവിന് ഇവര് രണ്ടുപേരുടെയും സൗഹൃദം കണ്ടിട്ട് രാജാവ് പറയുവാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും സൗഹൃദം കണ്ടിട്ട് ഞാൻ കണ്ണു തുറന്നു, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ശ്രീജയോട്. അപ്പോൾ ശ്രീജ പറയുവാണ്, ആ നല്ല കഥയാ. വേദയും ശ്രീജേട്ടത്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാഷ് ഇറങ്ങി വന്നിട്ട് പറയുവാണ്, പക്ഷേ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.